ബെസ്റ്റ് മോട്ടിവേഷണൽ മൂവി ഓഫ് ദ ഇയർ, അതുമാത്രമല്ല ബെസ്റ്റ് മൂവി ഓഫ് ദ ഇയർ എന്ന് തന്നെ പറയാവുന്ന ഒരു മാസ്റ്റർ പീസ് സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വിധു വിനോദ് ചൗപ്ര സംവിധാനം ചെയ്ത് വിക്രാന്ത് മാസെ, മേധാ ശങ്കർ, അനന്ത് വിജയ് ജോഷി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ 12th ഫെയിൽ എന്ന ഹിന്ദി സിനിമയെ കുറിച്ച്. ചമ്പൽ കൊള്ളക്കാർ എന്ന് കേട്ടിട്ടില്ലേ? കൊള്ള, കൈക്കൂലി, അങ്ങനെ പലതരം ക്രൈമുകൾക്ക് കുപ്രസിദ്ധമായ ചമ്പൽ എന്ന നാട്ടിൽ നിന്നും വന്ന കഠിനാധ്വാനിയായ സത്യസന്ധനായ ഒരു യുവാവിന്റെ പോരാട്ടത്തിന്റെ കഥയാണ് 12th ഫെയിൽ എന്ന് ചുരുക്കത്തിൽ പറയാം. അതിഗംഭീരമായ പ്രകടനങ്ങൾ, ഗംഭീരമായ സ്ക്രിപ്റ്റ്, മേക്കിംഗ്, അങ്ങനെ എല്ലാം കൊണ്ടും ഈ വർഷത്തെ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണിത്. മാർവലസ്, ബ്രില്യന്റ്, അങ്ങനെ ഈ പടത്തെ എന്തൊക്കെ നല്ലത് പറഞ്ഞാലും മതിയാവില്ല എന്ന് തന്നെ പറയണം. നിങ്ങൾ IAS, IPS അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണും, അത് വേറെ കാര്യം. സോ അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ സിനിമ കാണണം, മിസ് ചെയ്യരുത്. പലരുടെയും സക്സസ് സ്റ്റോറി, മോട്ടിവേഷണൽ ബുക്കുകളൊക്കെ നമ്മളിങ്ങനെ വായിക്കില്ലേ, അല്ലെങ്കിൽ അവരുടെ ചരിത്രമൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലേ, ഒന്ന് ഇൻസ്പയർഡ് ആകാൻ വേണ്ടി. അതുപോലെ കാണാവുന്ന ഒരു സിനിമയാണ് 12th ഫെയിൽ. സ്വപ്നങ്ങൾ സത്യമാക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ തീർച്ചയായിട്ടും ഒരുപാട് മൈലേജ്, ആത്മവിശ്വാസം ഒക്കെ പകർന്നു നൽകും. ഇതിലെ നായകൻ മനോജായിട്ട് വന്ന വിക്രാന്ത് മാസെ എന്ന ഒരു നടനാണ്, എന്ന പെർഫോമൻസ് ആണ് പുള്ളി. ഒരു നാഷണൽ അവാർഡ് അർഹിക്കുന്ന പ്രകടനമാണ്. ഇതിനൊക്കെ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ആ ജൂറിയൊക്കെ എടുത്ത് തോട്ടിലെറിയണം. അതങ്ങനെ അവർക്ക് ഈ പറയുന്ന പോലെ പുഷ്പ, അതും അല്ലെങ്കിൽ അക്ഷയ് കുമാറിന്റെ ഏതെങ്കിലും പടമോ പ്രത്യേക പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട പടങ്ങളോ ഒക്കെ അതല്ലേ പിടിക്കുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ നായകൻ നാട്ടിൽ ചെല്ലുന്നതും അമ്മയെ കാണുന്നതുമായിട്ടുള്ള ഒരു സീനുണ്ട്. അമ്മ ഇങ്ങനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് അവർ തമ്മിലുള്ള ഒരു സംഭാഷണം. ആ സീൻ എൻ്റെ അമ്മോ എക്ദം ഫസ്റ്റ് ക്ലാസ് എന്ന് തന്നെ പറയണം. രണ്ടുപേരുടെയും ആ സമയത്തെ പെർഫോമൻസും എടുത്തു പറയണം. അതുപോലെ താമസിക്കുന്ന മില്ലിൽ അച്ഛൻ കാണാൻ വരുന്ന സീന്, അതുപോലെ ശ്രദ്ധ കാണാൻ അവിടെ വരുന്ന സീന്, അങ്ങനെ സീൻ ബൈ സീൻ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ തീരില്ല. എല്ലാ ഷോട്ടുകളും മാസ്റ്റർ പീസ് ആണെന്ന് പറയേണ്ടി വരും. നായികയൊക്കെ പക്ക ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ശ്രദ്ധ എന്ന നായിക വേഷത്തെ മേധാ ശങ്കർ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ഇതിലെ നരേഷനൊക്കെ പറയുന്ന മനോജിന്റെ കൂട്ടുകാരനായിട്ടുള്ള പ്രീതം എന്ന ക്യാരക്ടർ. അനന്ത് വിജയ് ജോഷിയാണ് പ്രീതം പാണ്ഡെ അവതരിപ്പിച്ചിട്ടുള്ളത്. പരീക്ഷയിൽ ഫെയിൽ ആകുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ ഒക്കെ പുള്ളി ഭയങ്കര പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഗൗരി ഭയ്യ ആയിട്ട് വന്ന അൻശുമാൻ പുഷ്കർ, DSP ദുഷ്യന്ത് സിംഗ് ആയിട്ട് വന്ന പ്രിയാംശു, മനോജിന്റെ അമ്മയായിട്ട് വന്ന ഗീത അഗ്രവാൾ, മുത്തശ്ശിയായിട്ട് വന്ന സരിത ജോഷി ഉൾപ്പെടെ എല്ലാവരും ഒന്നിനൊന്ന് ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. ഇതിന്റെ മ്യൂസിക് ഈ സിനിമയുടെ ആത്മാവാണെന്ന് തന്നെ പറയാം. ഇതിൽ BGM ആയിട്ടൊരു മൂളിപ്പാട്ട് വരുന്നുണ്ട് നമ്മുടെ നായികയുടെ ശബ്ദത്തിൽ. അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഒരേ സമയം ടെൻഷൻ ബിൽഡിങ്ങും അതുപോലെ തന്നെ കണ്ണു നിറയിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു BGM. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ഒരു കവിതയൊക്കെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പടം സബ്ജക്ട് വൈസ് ആണെങ്കിലും അതിന്റെ കഥ പറച്ചിൽ രീതിയൊക്കെ കൊണ്ടാണെങ്കിലും പടം വളരെ ഹെവിയാണ് എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഈ സിനിമയുടെ സ്വഭാവമാണ്, ഈ കഥയുടെ സ്വഭാവമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതെല്ലാം യഥാർത്ഥ കഥയാണെന്ന് അറിയുമ്പോഴുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഞെട്ടിപ്പോകും. സോ ഇത് ഞാൻ ഒരു മാസ്റ്റർ പീസ് ഗണത്തിലാണ് പെടുത്തുന്നത്, എ റിയൽ മാസ്റ്റർ പീസ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പടം കാണുക, നെവർ മിസ് ഇറ്റ്. മിസ് ചെയ്താൽ ദ ഇയേഴ്സ് ബെസ്റ്റ് മൂവിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർക്കുക. ആക്ച്വലി ഇന്നലെ രാത്രി ഞാൻ ഈ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പടം കാണുന്നത് നിർത്തി. ഇനി കാണണ്ട എന്ന് വെച്ചു. എന്തോ ഒരു ദുരന്തം വരുന്നു എന്നൊരു ഫീല് കാരണം പടം ഇനി നെഗറ്റീവായി പോകുമോ എന്നുള്ള ഒരു ഭയം. പിന്നെ രാവിലെയാണ് റീസ്റ്റാർട്ട് ചെയ്ത് കണ്ടത്. ആൻഡ് എനിക്കും അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഡോണ്ട് വറി, ഡോണ്ട് സ്റ്റോപ്പ്, റീസ്റ്റാർട്ട് ലൈഫിലും.